ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ 2 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പാർട്ട് 1 ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പാർട്ട് 2 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ID വെരിഫൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതായത് മുൻപ് നമ്മൾ ID വെരിഫൈ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് കൊറിയറിലൂടെ നമുക്കൊരു OTP കിട്ടും. അത് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ IDയും വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ID വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്ന് പറയുന്നത് നമുക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ID വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ID വെരിഫൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലിട്ടു. ഗൈസ്, അതിനായിട്ട് ആദ്യമേ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ആഡ്സെൻസ് ഗൂഗിളിൽ ഓപ്പൺ ആക്കുക. ആഡ്സെൻസ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ഓപ്പണായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ 3 ഡോട്ട് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേയധികം ഓപ്ഷൻസ് കാണാം. ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കതിന് തൊട്ട് താഴെ തന്നെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിനകത്ത് 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വെരിഫൈ നൗ എന്നുള്ള ഓപ്ഷനും യൂസ് ID ആൻഡ് മെയിൽ പിൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെരിഫൈ നൗ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോപ്പപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പെർസോണ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഈ ID വെരിഫൈ ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള പെർമിഷനാണ് ഈ ചോദിക്കുന്നത്. അതിനായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയതായിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ബിഗിൻ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് സെലക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ID പ്രൂഫ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഗവൺമെൻറ് ID പ്രൂഫ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് പാൻ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. പാൻ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും പോപ്പപ്പ് ആയി വരുന്നത്. അതായത് പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കാൻ ചെയ്യാനായിട്ട് ജസ്റ്റ് താഴെ കാണുന്ന ക്യാമറ സിമ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻ കാർഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ പാൻ കാർഡിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. തൊട്ടടിയിൽ തന്നെ അഡ്രസ്സ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സും കാണും. അഡ്രസ്സിൻ്റെ അവിടെ നമ്മുടെ അഡ്രസ്സ് എന്താണോ അത് കൃത്യമായിട്ട് തന്നെ അവിടെ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഫേസ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ID വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതായത് കൺഗ്രാജുലേഷൻ യു ആർ ഡൺ എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ കാണുന്ന ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൻ്റെ അകത്ത് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ID വെരിഫൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഇനി മുമ്പോട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് US ടാക്സ് ഫില്ല് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നത് വരെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. അതുപോലെ തന്നെ പാർട്ട് 4ഉം 5ഉം എല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.